ഓരോ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് നെയിം ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. ഈ നെയിമിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ചെയ്യണത് എന്താ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്, അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഏതൊരു മെറ്റലിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു മോളിക്യൂളാണ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തു എങ്കിൽ അതിനെ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാമെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്ന ഒരു രീതി. അതുപോലെ തന്നെ സെയിം ആണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ എക്സ് എന്നെടുത്തതിന് ശേഷം നമ്മൾ എന്താണ്, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ട് ഉണ്ടല്ലോ അതിൻ്റെ ചാർജ് എത്രയെന്ന് നോക്കിയിട്ട് അതിലേക്കാണ് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ എക്സ് എന്ന് നമ്മൾ എടുക്കും. അതിനുശേഷം ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലക്സ് അയോണിൻ്റെ ചാർജ് എന്താണോ ആ ചാർജിലേക്ക് വേണം ഇക്വേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ CONH3 6 times Cl3 എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സിൽ നമുക്കറിയാം ഇവിടെ 3 ക്ലോറൈഡ് അയോൺസ് ആണ് കൗണ്ടർ അയോൺ ആയിട്ട് ഇവിടെ ഉള്ളത്. അതായത് 3 പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാനാണ് 3 നെഗറ്റീവ് ചാർജുള്ള 3 ക്ലോറൈഡ് അയോൺ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ കോർഡിനേഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പാർട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 3+ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സ് പ്ലസ് അമോണിയ എന്ന് പറയുന്നത് ന്യൂട്രൽ ലിഗാൻഡ് ആണോ ചാർജ് ഉള്ള ലിഗാൻഡ് ആണോ, ചാർജ് ഇല്ല ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. അപ്പോൾ 0 എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു +3 എന്നുള്ളതിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ കാരണം ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +3 ആണ്. അപ്പോൾ അത് നമുക്ക് ചില കേസിൽ ഇങ്ങനെ ഈ അയോണൊന്നും കൗണ്ടർ അയോണൊന്നും തരാണ്ട് +3 എന്ന് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അല്ലാത്ത കേസിൽ എന്താണ്, ഈ കൗണ്ടർ അയോൺ ഇവിടെ എന്താണ്, ആ കൗണ്ടർ അയോണിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലക്സ് അയോണിൻ്റെ ചാർജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് Cl- ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 Cl3 എന്ന് പറയുമ്പോൾ ഇവിടെ 3 പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാനാണ് 3 Cl- അയോണുകൾ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് Cl3 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ +3 ആണ്. അപ്പോൾ x + 0 = +3 ഓർ x = +3. സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണ് നമ്മൾ ഓൾറെഡി അറിയാം, ക്രോമിയാണ്. ലിഗാൻഡ് എന്ന് പറയുന്നത് അമോണിയാണ്. അമോണിയ ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ അമീൻ എന്ന് വേണം നമ്മൾ എഴുതാൻ. അമോണിയ ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ എന്താ പറയുക, അമീൻ എന്ന് പറയണം. അപ്പോൾ ആ അമീൻ ലിഗാൻഡ് എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക, പേര് എഴുതുമ്പോൾ കാറ്റയോണിക് പാർട്ട് നമ്മൾ ആദ്യം എഴുതും, പിന്നെയാണ് ആനയോണിക് പാർട്ട് എഴുതുന്നത്. ഇവിടെ കോംപ്ലക്സ് കാറ്റയോൺ ആണ്. കാറ്റയോണിക് പാർട്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് അയോൺ ആണ്. അപ്പോൾ അതിൽ ആ കോംപ്ലക്സ് അയോണിൻ്റെ ആദ്യം പേര് കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം ലിഗാൻഡിൻ്റെ പേര് കൊടുത്തതിന് ശേഷമാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ എഴുതുക. ലിഗാൻഡ് ഏതാണെന്ന് നോക്കി അമോണിയ മാത്രമേ ഉള്ളൂ. അത് 6 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഹെക്സ എന്നുള്ള പ്രിഫിക്സ് ചേർത്തു. ഹെക്സ അമീൻ, AMMINE, ഹെക്സ അമീൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതി ക്രോമിയം, ഹെക്സ അമീൻ ക്രോമിയം. പിന്നെ എന്താ ഉള്ളത്, ക്രോമിയത്തിൽ വേറെ ഒന്നുമില്ല, ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാർട്ടും നമ്മൾ പറഞ്ഞു. ഇനി ക്രോമിയം എന്നുള്ള മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. അത് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്, 3. അത് 3 എന്ന് എഴുതല്ല, റോമൻ ന്യൂമറൽസിൽ 3 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ കൗണ്ടർ അയോൺ കൊടുത്തു, ആനയോണിക് പാർട്ട് എഴുതി ക്ലോറൈഡ്. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CrNH3 thrice H2O thrice Cl3. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് ക്രോമിയാണ്. ലിഗാൻസ് ഏതൊക്കെയാണ്, ലിഗാൻഡ് അമീൻ ഉണ്ട്, അതുപോലെ തന്നെ അക്വ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം M കഴിഞ്ഞിട്ടാണ് Q വരിക. അതായത് ആൽഫബറ്റിക്കലി അമീനാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് അക്വ വരണത്. അപ്പോൾ അമീനിനെ വേണം നമ്മൾ ആദ്യം നെയിം ചെയ്യാൻ. അമീനാണ് ഫസ്റ്റ് വരെ ആൽഫബറ്റിക്കലി, പിന്നെയാണ് അക്വ വന്നത്. അതുകൊണ്ട് അമീനിനെ വേണം ആദ്യം നെയിം ചെയ്യാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, എത്ര അമീൻ ഉണ്ട്, ട്രൈ അമീൻ, 3 എണ്ണമാണ്. ട്രൈ അമീൻ. അടുത്ത ലിഗാൻഡ് അക്വ. അക്വയും 3 എണ്ണം ഉണ്ട്, 3 വാട്ടർ മോളിക്യൂളാണ് ഉള്ളത്. അപ്പോൾ ട്രൈ അക്വ കഴിഞ്ഞു, ലിഗാൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി സെൻട്രൽ മെറ്റൽ എഴുതണം, ക്രോമിയം. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാം. റോമൻ ന്യൂമറൽസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. പിന്നെന്താണ്, അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള എല്ലാ
കാര്യങ്ങളും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ? ക്ലോറൈഡ്. ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ട് നമ്മൾ ക്ലോറൈഡ് എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ശരിക്കും ആദ്യം കണ്ടുപിടിക്കണം സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കാത്തതുകൊണ്ട് നമുക്ക് നീ കണ്ടുപിടിച്ചാൽ മതി. ഇതും കൂടി എഴുതിയാലാണ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് മാത്രം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? ഇത് എക്സ് എന്ന് കൊടുത്തു. സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ക്രോമിയത്തിൻ്റെ എക്സ് എന്ന് കൊടുത്തു. അതുപോലെ ഇവിടെ ഇതൊക്കെ ന്യൂട്രലാണ്. അമീൻ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡാണ്. അക്വ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡാണ്. അപ്പോൾ എക്സ് പ്ലസ് 0 ഇസ് ഈക്വൽ ടു, ഇനി എത്രയിലേക്കാണ് ഇക്വേറ്റ് ചെയ്യുക? ഈ കോംപ്ലക്സ് പാർട്ടിൻ്റെ ചാർജിലേക്ക് വേണം ഇക്വേറ്റ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ 3 ക്ലോറിനാണ്. അപ്പോൾ അവിടെ 3 പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാനാണ് 3 നെഗറ്റീവ്ലി ചാർജ്ഡ് കൗണ്ടർ അയോൺസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈക്വൽ ടു +3 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? എക്സ് ഈക്വൽ ടു +3. അതായത് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ട്രൈ അമീൻ ട്രൈ അക്വ ക്രോമിയം 3 ക്ലോറൈഡ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. CONH35 ടൈംസ് ClCl2. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ ലിഗാൻസ് ആണ്? സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട്. ലിഗാൻസ് അമീനും ക്ലോറിഡോ. അപ്പോൾ ലിഗാൻസ് ഏതൊക്കെയാണ്? അമീൻ, അതുപോലെ രണ്ടാമത്തെ ലിഗാൻഡാണ് ക്ലോറിഡോ. ഓക്കെ, അപ്പോൾ ഈ 2 ലിഗാൻസ് ആണ് അവിടെ ഉള്ളത്. ഇനി ഇവിടെ ഈ കോംപ്ലക്സ് പാർട്ടിൻ്റെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് അമീനിൻ്റെ 0 ആണ്. പിന്നെ എങ്ങനെ? ക്ലോറിഡോൻ്റെ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ -1 ആണ്. -1 ഇസ് ഈക്വൽ ടു, ഈ കോംപ്ലക്സ് പാർട്ടിൻ്റെ ചാർജിലേക്ക് വേണം ഇക്വേറ്റ് ചെയ്യാൻ. കോംപ്ലക്സ് പാർട്ടിൻ്റെ ചാർജ് നമുക്കറിയാൻ കൗണ്ടർ അയോൺ നോക്കിയാൽ മതി. കൗണ്ടർ അയോൺ എന്ന് പറയുന്നത് 2 ക്ലോറൈഡ് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി 2 പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാനാണ് 2 നെഗറ്റീവ്ലി ചാർജ്ഡ് ക്ലോറൈഡ് അയോൺ വന്നത്. അപ്പോൾ ഈക്വൽ ടു +2 എന്ന് ഇക്വേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? എക്സ് ഈക്വൽ ടു +2, ഈ മൈനസ് ഇങ്ങോട്ട് പോയപ്പോൾ +1 ആയി. അതായത് എക്സ് ഈക്വൽ ടു +3 എന്ന് കിട്ടി. അതായത് കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്ന് കിട്ടി. ഓക്കെ, ഞാൻ അത് എഴുതി വയ്ക്കാം. എക്സ് ഈക്വൽ ടു +3. ഇനി നമ്മൾ ഏതൊക്കെയാണ് ലിഗാൻഡുകൾ എഴുതി നെയിം ചെയ്താൽ മതി. അപ്പോൾ ആദ്യം അമീനാണ് വരിക. എ കഴിഞ്ഞിട്ടാണല്ലോ സി വരുള്ളൂ. അപ്പോൾ അമീൻ ആദ്യം എഴുതണം. അപ്പോൾ എത്ര അമീനുണ്ട്? 5 അമീനുണ്ട്. അപ്പോൾ പെൻറ്റ അമീൻ, ക്ലോറിഡോ. എത്ര എണ്ണുണ്ട്? ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറിഡോ ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോൾ ക്ലോറിഡോ. പിന്നെ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആണുള്ളത് കൊബാൾട്ട്, ബ്രാക്കറ്റിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി +3, പിന്നെ ഒരു സ്പേസ് കൊടുത്തിട്ട് എന്താണ്? കൗണ്ടർ അയോൺ ക്ലോറൈഡ്. ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. സ്പേസ് കൊടുത്തിട്ട് അപ്പുറത്ത് തന്നെ എഴുതാം ക്ലോറൈഡ് എന്ന്. ഓക്കെ, ഇനി അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ അമീനും പിന്നെ ഏതാ? NO2 ആണ് ലിഗാൻഡ്. അമീൻ എന്ന് പറയുമ്പോൾ NH3 എന്ന് പറയുമ്പോൾ അമീൻ. അതുപോലെ NO2 എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ പറഞ്ഞതാണ് നൈട്രിറ്റോ ആണ്. NO2 എന്ന് പറയുന്നത് നൈട്രിറ്റോ. NH3 എന്ന് പറയുന്നത് അമീൻ. അതുപോലെ NO2 എന്ന് പറയുന്നത് എന്താണ്? നൈട്രിറ്റോ ആണ്. അമീനും ഉണ്ട്, നൈട്രിറ്റോയും ഉണ്ട്. ഇനി നൈട്രിറ്റോ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. നൈട്രിറ്റോ എന്ന് പറയുന്നത് ഒരു ആംബിഡൻറ്റ് ലിഗാൻഡാണ്. അപ്പോൾ ഇത് ഏത് ആറ്റം വഴിയാണ് സെൻട്രൽ മെറ്റലിലേക്ക് കണക്ട് ചെയ്തതെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് N എന്നോ O എന്നോ എഴുതും. ഇപ്പോൾ നോർമലി NO2 എന്ന് കാണിക്കുകയാണെങ്കിൽ നൈട്രജൻ വഴിയാണ് അറ്റാച്ച്മെൻറ്റ്. ONO എന്നാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വഴിയാണ്. അപ്പോൾ നമ്മൾ ഹൈഫൺ ഇട്ടിട്ട് അവിടെ N എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് കണ്ടുപിടിക്കാം. NO2- നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡാണ്. നമ്മളത് പറഞ്ഞപ്പോൾ NO2- ആണ്. അതിൻ്റെ ചാർജ് -1 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പേര് നോക്കണം, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചാർജും ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ -1 ആണ് അതിൻ്റെ ചാർജ്. അപ്പോൾ അതെവിടെയാണ്? ഇവിടെയാണ് അതിൻ്റെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ് ചാർജ് നമുക്ക് ആവശ്യം. അപ്പോൾ NO2 എന്ന് പറയുന്നത് മൈനസ് ആണ്. അമോണിയ 0 ആണ്. അതുപോലെ ഇത് -1. ഒറ്റ നൈട്രിറ്റോയേ ഉള്ളൂ, അതുകൊണ്ട് -1 എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി ഈക്വൽ ടു ഏതിലേക്കാണ് ഇക്വേറ്റ് ചെയ്യുക? ഈ കോംപ്ലക്സ് പാർട്ടിൻ്റെ ചാർജിലേക്ക് വേണം ഇക്വേറ്റ് ചെയ്യാൻ. ഇത് നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. സൾഫേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? സൾഫേറ്റ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ട്?
സൾഫേറ്റിൻ്റെ അല്ല ചാർജ് എന്താണ്? ഞാൻ ലിഗാൻഡ് പറഞ്ഞപ്പോൾ തന്നെ ലിഗാൻഡ് ആയിട്ട് വേണമെങ്കിൽ സൾഫേറ്റ് വരാം. അപ്പോൾ 2- ആണ് അതിൻ്റെ ചാർജ്. അപ്പോൾ ഇവിടെ 2 നെഗറ്റീവ് ചാർജ് വന്നത് ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ്. കോംപ്ലക്സ് പാർട്ടിൽ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിനെ ബാലൻസ് ചെയ്യാനാണ് പുറത്ത് 2 നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു കൗണ്ടർ അയോൺ വന്നത്. ഓക്കെ, ഇതിന് സൾഫേറ്റിന് 2- ചാർജ് ആയതുകൊണ്ട് ഇവിടെ കോംപ്ലക്സ് പാർട്ടിന് 2+ ആണ് ചാർജ് എന്ന് മനസ്സിലായി. അപ്പോൾ x + 0 - 1 = +2 ഓർ x = +3 എന്ന് കിട്ടി. കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +3. ഇനി നമ്മൾ അതിനെ പേര് കൊടുക്കുകയാണ് അമീൻ നൈട്രിറ്റോ. അറിയാം, അമീനാണ് ആദ്യം വരിക. എത്ര അമീൻ ഉണ്ട്? ട്രൈ അമീൻ. അതുപോലെ ട്രൈ അമീൻ നൈട്രിറ്റോ. നൈട്രിറ്റോ എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ഏത് ആറ്റം വഴിയാണ് സെൻട്രൽ മെറ്റലിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കണം. അപ്പോൾ ഒരു ഹൈഫൺ ഇട്ടിട്ട് N എന്ന് എഴുതി. നൈട്രിറ്റോ N. Cu എന്ന് പറയുന്നത് കോപ്പറാണ്. കോപ്പർ ബ്രാക്കറ്റിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3. SO4 എന്ന് പറയുന്നത് എന്താ? സൾഫേറ്റ്. ഗ്യാപ്പ് കൊടുത്തിട്ട് എന്തെഴുതണം? സൾഫേറ്റ് എന്ന് എഴുതണം. ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് സൾഫേറ്റ് എഴുതിയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ പേര് കൊടുക്കുക. നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടെ ചെയ്തു നോക്കാം. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ എക്സാമ്പിളിൽ മുഴുവൻ നമ്മുടെ കോംപ്ലക്സ് പാർട്ട് കോംപ്ലക്സ് കാറ്റയോൺ ആണ്. അതായത് കാറ്റയോൺ നെയിം ചെയ്തിട്ട് ആനയോൺ എഴുതണം. കാറ്റയോൺ എന്ന് പറയുന്നതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള അയോൺ. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾസ് നോക്കാം. അടുത്തത് CrEn thrice Br3. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ഏതാ? ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത് ക്രോമിയാണ്. അയോൺ എന്ന് പറയുന്നത്, ലിഗാൻഡ് എന്ന് പറയുന്നത് ഈഥെയ്ൻ 1,2 ഡൈഅമീൻ ആണ്. അപ്പോൾ നമ്മൾ ഓർക്കുണ്ടാവും ഈഥെയ്ൻ 1,2 ഡൈഅമീൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ലിഗാൻഡ് ആയതുകൊണ്ട് അതിൻ്റെ എണ്ണത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ എന്ന് ഉപയോഗിക്കരുത്. എന്തുപയോഗിക്കണം? ട്രിസ് എന്ന് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം ട്രിസ്. എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് എന്തെഴുതണം? ലിഗാൻഡിൻ്റെ പേര് ഈഥെയ്ൻ 1,2 ഡൈഅമീൻ. പിന്നെന്താണ്? ക്രോമിയം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അത് ബ്രാക്കറ്റിൽ എഴുതണം. ബ്രോമൈഡ്. ഓക്കെ. ക്ലോറൈഡ് പോലെ തന്നെ ബ്രോമൈഡും -1 ചാർജാണ്. അപ്പോൾ 3 ബ്രോമൈഡ് വന്നതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ചാർജ് +3 ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് +3. അപ്പോൾ എക്സ് ഇത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അപ്പോൾ x = +3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +3 ആണ്. ഓക്കെ. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് NiCO4 ടൈംസ്. Ni എന്ന് പറയുന്നത് നിക്കലാണ്. CO എന്ന് പറയുന്നത് കൊബാൾട്ടാണ്. ഇവിടെ ഒരു കൗണ്ടർ അയോണും ഇല്ല. കൗണ്ടർ അയോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ? ഇവിടെ ന്യൂട്രൽ ആണ്. ഈ കോംപ്ലക്സിന് 0 ആണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. 0 ആണ് ചാർജ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ കോംപ്ലക്സിന് മൊത്തം ചാർജ് എന്താണ്? 0 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? CO എന്ന് പറയുന്ന ലിഗാൻഡ് കാർബണിൽ. ഓക്കെ. എത്ര കാർബണിലുണ്ട്? ടെട്രാ കാർബണിൽ Ni നിക്കൽ. CO എന്ന് പറയുന്നത് ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് x = 0. അതായത് സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. 0 ടെട്രാ കാർബണിയൽ നിക്കൽ 0. ഇവിടെ എന്താണ്? ഇതിനെ വേണമെങ്കിൽ അയോൺ എന്നുകൂടി വേണമെങ്കിൽ, അല്ല ചാർജ് ഇല്ല. നിക്കൽ 0. ടെട്രാ അല്ലെങ്കിൽ ടെട്രാ കാർബണിയൽ നിക്കൽ എന്നാണ് അതിൻ്റെ പേര്. സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇത് ഓക്കെ. അപ്പോൾ ഇതിൽ പ്ലാറ്റിനമാണ് സെൻട്രൽ മെറ്റൽ. NH3Cl Cn എന്നിവ ഇതിലത്തെ ലിഗാൻസ് ആണ്. ഫസ്റ്റ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അതായത് x +
അമോണിയയുടെ 0, സയനൈഡ് നമ്മൾ ഓർക്കുണ്ടാവും ലിഗാൻഡിൻ്റെ പേര് എഴുതിയപ്പോൾ സയനോ CN എന്ന് എഴുതിയിട്ട് ഒരു മൈനസ് ചാർജാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മൈനസ് ചാർജാണ് അതിനുള്ളത്. -1 ഈസ് ഈക്വൽ ടു +1 എന്ന് എഴുതാം. വെറും പ്ലസ്സേ ഉള്ളൂ, അതായത് +1. അപ്പം എങ്ങനെയാണ് x ഈക്വൽ ടു +2. അപ്പം ഇത്രയും നമ്മൾ ചെയ്തതിലൊക്കെ ഇതുവരെ പറഞ്ഞതിലൊക്കെ 3 ആണ് സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 3 മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാം. അതുപോലെ ഇതിൽ +2 ആണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഇതിനെ എങ്ങനെ പേര് കൊടുക്കാം? ആദ്യം നമ്മൾ ലിഗാൻഡ് എഴുതി. അമീനുണ്ട്, സയനോ ഉണ്ട്. അപ്പം അമീനാണ് ആദ്യം വരിക. ട്രൈ അമീൻ, സയനോ. പിന്നെ ഇതാ മെറ്റൽ പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം, ടു. കൗണ്ടർ അയോൺ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അതൊരു അയോൺ അല്ലേ, അത് അയോൺ ആണെന്ന് കാണിക്കാൻ അയോൺ എന്ന് എഴുതാം. പ്ലാറ്റിനം 2 അയോൺ. ഇനി ഇപ്പുറത്ത് ഈ ഒരു പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ ഒരു CLO, ഒരു ബ്രോമൈഡോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ പ്ലാറ്റിനം 2 ക്ലോറൈഡ് എന്നോ ബ്രോമൈഡ് എന്നോ ഒക്കെ നമുക്ക് എഴുതാമായിരുന്നു. ഇവിടെ കൗണ്ടർ അയോൺ ഒന്നും തരാത്തത് കൊണ്ട് ഇത് അയോൺ ആണ് എന്ന് കാണിക്കാൻ അതിൻ്റെ പേര് എഴുതിയതിൻ്റെ കൂടെ തന്നെ അയോൺ എന്നുകൂടി നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളാണ് CO NH2 CH2 CH2 NH2. ഇതെന്താ? ഈഥെയിൻ 1,2 ഡയമീൻ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ EN എന്ന് പറഞ്ഞിട്ട് എഴുതിയില്ലേ, EN എന്ന് പറഞ്ഞിട്ട് എഴുതിയില്ലേ, അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറൽ ഫോമുല തന്നു മാത്രം. അപ്പോൾ CO NH2 CH2 CH2 NH2 ത്രൈസ്. എന്നിട്ട് ഇത് ഹോൾ ട്വൈസ് ആണ്. അങ്ങനത്തെ കോംപ്ലക്സ് തന്നെ 2 എണ്ണം SO4 ത്രൈസ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ എന്താ, ഈ സൾഫേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം SO4 2- ആണ്, 2 നെഗറ്റീവ് ചാർജാണ് അല്ലേ. അങ്ങനെയുള്ള 3 സൾഫേറ്റ് എന്ന് പറയുമ്പോൾ 6 നെഗറ്റീവ് ചാർജ് അവിടെ വന്നു അല്ലേ. അപ്പോൾ ഈ കോംപ്ലക്സിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അങ്ങനത്തെ 3 സൾഫേറ്റ് ഈ 2 കാറ്റയോണിലേക്കാണ് വന്നത്. അതായത് ഈ 6 എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടും, SO4 ത്രൈസ് ഉള്ളത് കൊണ്ട് ഇവിടെ 2 × 3 എന്ന് കിട്ടും. അതായത് ഇവിടെ -6 ചാർജ് ഉണ്ട്, നെറ്റായിട്ട് ഇവിടെ -6 ചാർജ് ഉണ്ട്. അതിന് 2 കാറ്റയോൺ ഉണ്ട്. അപ്പോൾ ഒരു കാറ്റയോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് x ഈക്വൽ ടു +3 എന്ന് എഴുതാം. മൊത്തം ഇത് നമുക്ക് +6ലേക്കാവും അപ്പോൾ ഇക്വേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് സൾഫേറ്റ് -6 വന്നതുകൊണ്ട് ഇവിടെ +6ലേക്കാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഒരു മെറ്റലല്ല, അവിടെ ഹോൾ ട്വൈസ് ആണ്. അതായത് 2x ഈക്വൽ ടു +6 എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഇവിടെ വന്നത്. കാരണം 3 സൾഫേറ്റ് അയോൺ, അതിൻ്റെ മൊത്തം ചാർജ് 6- ആയി. അപ്പോൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടിൻ്റെ ചാർജ് 6 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. ഈ 6 പോസിറ്റീവ് ചാർജ് ഷെയർ ചെയ്യാൻ ഇവിടെ 2 സെൻട്രൽ മെറ്റൽ ഉണ്ട്, ഒരേ എണ്ണം തന്നെ കൊബാൾട്ട്. ഈ മൊത്തം പോർഷൻ, ഈ മൊത്തം കോംപ്ലക്സ് പോർഷൻ 2 തവണ ഉണ്ട്. അപ്പോൾ അതിനെ ഹോൾ ട്വൈസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2x ഈക്വൽ ടു 6. അപ്പോൾ x ഈക്വൽ ടു +3 എന്ന് എഴുതാം. ഓക്കെ, ഇനി അതിൻ്റെ പേര് കണ്ടുപിടിക്കണം. പേരെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ട്രിസ്, അതായത് ഈഥെയിൻ 1,2 ഡയമീൻ ആണ്, അത് 3 എണ്ണം ഉണ്ട് എന്നുള്ളത് എഴുതാൻ ട്രിസ് ഈഥെയിൻ ബ്രാക്കറ്റ് ഇടണേ. ട്രിസ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് കോംപ്ലക്സ് ആണ് എന്നുള്ളത് കാണിക്കാൻ നമ്മൾ ബ്രാക്കറ്റിലാണ് ലിഗാൻഡ് എഴുതുക. ഈഥെയിൻ 1,2 ഡയമീൻ. പിന്നെ ഏതാ, കൊബാൾട്ട് 3. കൗണ്ടർ അയോൺ ഏതാ, സൾഫേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ കോംപ്ലക്സ് കാറ്റയോൺ വരണതാണ്. ഇനി ആനയോൺ വരണ എക്സാമ്പിൾസ് നോക്കാം. ഇത്ര നേരം കണ്ട എക്സാമ്പിൾസിൽ മുഴുവൻ കോംപ്ലക്സ് കാറ്റയോൺ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ കാറ്റയോൺ ആദ്യം എഴുതണം, ആനയോൺ പിന്നെയാണ് എഴുതുക. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് പാർട്ട് എന്ന് പറയുന്നത് ആനയോൺ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് കണ്ടുപിടിക്കണം. ആനയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് എൻഡ് ചെയ്യണത് 8-ലായിരിക്കണമെന്ന്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
അപ്പോൾ ഇതിൽ ആദ്യം സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ എക്സ് എന്നെടുത്തു. Cl എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡാണ്, -1 ആണ്. അപ്പോൾ എക്സ് പ്ലസ് -1 × 4, -1 ചാർജുള്ള 4 ലിഗാൻസ് ഉണ്ട്. അപ്പോൾ -1 × 4 ഇസ് ഈക്വൽ ടു, ഇനി ഇതിൻ്റെ ചാർജ് എത്രയാണോ അതിലേക്കാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാർജ് എത്രയാണ്? ഇവിടെ 2 പോസിറ്റീവ് ചാർജ് വന്നത് ഇവിടെ 2 നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈക്വൽ ടു -2 എന്ന് എഴുതാം. 2 പൊട്ടാസ്യം, ഒരു പൊട്ടാസ്യത്തിൻ്റെ 1 K പ്ലസ് ആണ് അല്ലേ? അങ്ങനത്തെ 2 പൊട്ടാസ്യം വരാൻ കാരണം ഇവിടെ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതിനെ ബാലൻസ് ചെയ്യാനാണ് 2 പൊട്ടാസ്യം വന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ കോംപ്ലക്സ് ആനയോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2- ആണ്, അല്ലെങ്കിൽ -2 ആണ്. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി. അതായത് x - 4 = -2 or x = -2 + 4, അതായത് x = +2 എന്ന് കിട്ടി. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് അതായത് പലേഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. കിട്ടിയല്ലോ. ഇനി നമുക്ക് കോംപ്ലക്സിൻ്റെ പേര് കൊടുക്കാം. എങ്ങനെയാ? ആദ്യം കാറ്റയോൺ എഴുതണം. പൊട്ടാസ്യം, പിന്നെ ആനയോണിക് പാർട്ട് എഴുതണം. ആനയോണിക് പാർട്ട് കോംപ്ലക്സ് പാർട്ട് ആയതുകൊണ്ട് ആദ്യം ലിഗാൻഡ് എഴുതണം, പിന്നെ സെൻട്രൽ മെറ്റൽ. അപ്പോൾ ലിഗാൻഡ് ഏതാണ്? ക്ലോറിഡോ. എത്ര ഉണ്ട്? 4 എണ്ണം. അപ്പോൾ ടെട്രാ ക്ലോറിഡോ. പിന്നെ സെൻട്രൽ മെറ്റൽ ആണ് എഴുതേണ്ടത്. പലേഡിയം എന്ന് എഴുതരുത്, പലഡേറ്റ്. അതായത് കോംപ്ലക്സ് ആനയോൺ വരുമ്പോൾ സെൻട്രൽ മെറ്റലിൻ്റെ പേര് ATEയിൽ അവസാനിക്കണം എന്ന് പറഞ്ഞു. പലഡേറ്റ്, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 2 ആണ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൊടുത്തത്? കാറ്റയോൺ എഴുതി ഒരു സ്പേസ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആനയോണിക് പാർട്ട് എഴുതൽ, അതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളാണ് K4FeCN 6 ടൈംസ്. അപ്പോൾ ഇതിൽ അതേ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് കണ്ടുപിടിക്കാം. 4 പൊട്ടാസ്യം വന്ന് ഇവിടെ 4 നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ്. അപ്പം നമുക്ക് ഇനി എങ്ങനെ എഴുതാം? എക്സ് മൈനസ് സയനൈഡിൻ്റെ ചാർജ്, സയനോ ലിഗാൻഡിൻ്റെ ചാർജ് എത്രയാണ്? -1 ആണ്. അപ്പോൾ എക്സ് -1 × 4, -1 × 6, -6 ആയി. x - 6 = -4 or x = -4 + 6, അതായത് x = +2 എന്ന് കിട്ടി. ഓക്കെ, അതായത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി എങ്ങനെ എഴുതണം? ഇതിൻ്റെ പേര് എഴുതണം. പേരിന് ആദ്യം കാറ്റയോൺ പൊട്ടാസ്യം. ഇനി ഇതെഴുതണം. എത്രയാണ്? ലിഗാൻഡ് സയനോ എത്ര ഉണ്ട്? 6 എണ്ണം. ഹെക്സാസയനോ, അയേൺ ആണ്. അയേണിനെ നമ്മൾ എങ്ങനെ എഴുതണം? ഫെറേറ്റ് ബ്രാക്കറ്റിൽ 2. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് K3FeC2O4 ത്രൈസ്. C2O4 എന്ന് പറയുന്നത് ഓക്സലേറ്റ് ആണ്. അതിൻ്റെ ചാർജ് എത്രയാണ്? C2O4 2- എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 2 ഓക്സിജനിൽ ഓരോ നെഗറ്റീവ് ചാർജ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ പേര് കൊടുക്കാം? അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 പൊട്ടാസ്യം വന്നതുകൊണ്ട് ഇവിടെ 3 നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാനാണ് 3 പോസിറ്റീവ് ചാർജ് വന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ 3- ആണ്. ഇനി സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് ഓക്സലേറ്റ് -2 ആണല്ലോ. അങ്ങനെ -2 ചാർജുള്ള എത്ര ഉണ്ട്? 3 എണ്ണം. എക്സ് -2 × 3 ഇസ് ഈക്വൽ ടു 3-. അതായത് x - 6 = -3 or x = +3. സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കാറ്റയോൺ എഴുതി. പൊട്ടാസ്യം ഇവിടെ ഓക്സലേറ്റ് ആണ് നമ്മുടെ ലിഗാൻഡ്. ഓക്സലേറ്റോ അത് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ട്രൈ ഓക്സലേറ്റോ, പിന്നെ നമ്മുടെ സെൻട്രൽ മെറ്റൽ അയണിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഫെറേറ്റ്. ട്രൈ ഓക്സലേറ്റോ ഫെറേറ്റ് ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി 3. അടുത്തത് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ 2 പൊട്ടാസ്യം വന്നതുകൊണ്ട് ഇവിടെ -2 ആണ് ചാർജ്. ആ 2 നെഗറ്റീവിനെ ബാലൻസ് ചെയ്യാനാണ് 2 പോസിറ്റീവ്ലി ചാർജ്ഡ് പൊട്ടാസ്യം വന്നത്. ഓക്കെ, അപ്പോൾ
x minus 1 into 4 minus 4 is equal to minus 2 or x equal to plus 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ പേര് എഴുതണം, കാറ്റയോൺ പൊട്ടാസ്യം. ആനയോൺ കോംപ്ലക്സ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെഴുതി? ആദ്യം ലിഗാൻഡ് എഴുതി. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ടെട്രാ സയനോ, സെൻട്രൽ മെറ്റൽ ഏതാ? നിക്കൽ, നിക്കലേറ്റ്. ബ്രാക്കറ്റിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി 2. ഓക്കെ, ഇനി ഇതിലും അതെ, ചില സമയത്ത് ഈ കൗണ്ടർ അയോൺ തരാണ്ട് ഇങ്ങനെ 2- എന്നുള്ള ചാർജിൽ തരും. അപ്പം നമ്മൾ എന്തെഴുതണം? ഈ പൊട്ടാസ്യം അവിടെ ഇല്ല, ടെട്രാ സയനോ നിക്കലേറ്റ് അയോൺ എന്ന് എഴുതണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ചിലപ്പോൾ കൗണ്ടർ അയോൺ തരാണ്ട് ഈ ചാർജ് മാത്രമായിട്ട് തരും. അപ്പം അങ്ങനെ ടെട്രാ സയനോ നിക്കലേറ്റ് അയോൺ എന്നുകൂടി എഴുതണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കോർഡിനേഷൻ കോംപ്ലക്സ് പേര് കൊടുക്കുക. ഇനി ഇതേ പേരിൽ നിന്ന് തിരിച്ച് കോംപ്ലക്സിൻ്റെ ഫോർമുല എഴുതാനും അറിയണം. ഓക്കെ.